നമസ്കാരം. എൻ്റെ പേര് ശാന്തി ശേഖർ. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അല്ലേ. എനിക്ക് മലയാളത്തിൽ വീഡിയോ ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ഊക്ക് വിപ്പവർ ഊക്ക് വിത്താൽ ഊക്ക് വിപ്പവനും തേക്ക് വിപ്പാൻ. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു പിന്ന് വിൽക്കുന്നവൻ്റെ അടുത്ത് നല്ലപോലെ എൻകറേജ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ എൻകറേജ് ചെയ്താൽ ആ പിന്ന് വിൽക്കുന്നവളും പോലും നാളെ തേക്ക് വിൽക്കാൻ അത്രയും വലിയ ആളാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, എൻ്റെ മലയാളം കേൾക്കാനാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്, അല്ലാതെ വീഡിയോ കാണാനല്ല. മലയാളം കേൾക്കാൻ നല്ല രസമാണ്, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി. അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളിപ്പം ഡോക്ടേഴ്സ് അടുത്ത് പോവുകയാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഡെയിലി ഒരു നേരമെങ്കിലും ഗോതമ്പ് കഴിക്കണമെന്നാണ്. അപ്പം ഗോതമ്പ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഒന്നെങ്കിൽ ചപ്പാത്തി, ഇല്ലെങ്കിൽ പുട്ട്, ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും. ഇത് ഗോതമ്പ് വെച്ചിട്ടുള്ള ദോശയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിന് കുതിർത്ത് അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇത് 1 കപ്പ് ഗോതമ്പ്, 1/4 കപ്പ് അരി, 1/4 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് നമ്മള് വടപരിപ്പ് എന്ന് പറയൂലേ, കടലപ്പരിപ്പ്, അതാണ്. അപ്പൊ ഇതിന് അളവ് ഓർമ്മയിൽ നിൽക്കാനായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ, ഗോതമ്പ് 1 കപ്പാണെങ്കിൽ ഇത് 3 കൂടി 1 കപ്പ്. വടപരിപ്പ് പകുതിയായിരിക്കണം, ബാക്കിയെല്ലാം കുറച്ച് കുറച്ച്. ഇത് ഉഴുന്ന്, ഇത് അരി, ഇത് എല്ലാം കൂടി ഇത് 1 കപ്പ്. അപ്പൊ ഗോതമ്പ് 1 കപ്പ്. ഇതിനെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് 4-5 പ്രാവശ്യം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 4 വറ്റൽമുളക് നിങ്ങളുടെ ഇഷ്ടം. അത് എരിവ് കൂടെ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. എനിക്ക് എരിവ് അധികം വേണ്ട, അപ്പം 4 ഇട്ടിട്ടുണ്ട്. രാത്രി വെള്ളത്തിലിട്ട ഗോതമ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ നല്ലപോലെ കുതിർന്നു. ഇതിനെ മിക്സി ജാറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇതെല്ലാം ഒരേ ജാറിൽ പിടിക്കുവാണെങ്കിൽ ഒരേ ജാറിൽ ഇട്ട് അരയ്ക്കാം, ഇല്ലെങ്കിൽ 2ആയിട്ട് അരയ്ക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് 3 വെളുത്തുള്ളി, കുറച്ച് കായം, കുറച്ച് ഉപ്പ് തീരെ കുറച്ച് ചേർക്കണം. എന്ന് വെച്ചാൽ ഗോതമ്പിന് അധികം ഉപ്പ് ആവശ്യമില്ല, ഉപ്പ് കൂടിപ്പോവും. നമ്മൾ അരിമാവിന് ഇടുന്നത് പോലെ ഉപ്പ് അധികം വേണ്ട. ഇത് കുറച്ച് ഇട്ടിട്ട് വേണമെങ്കിൽ അരച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇത് നമുക്ക് അരച്ചിട്ട് നോക്കാം. അപ്പം ഈ അടമാവ് റെഡി. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് അരയ്ക്കണം. നമ്മൾ സാധാ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് ഇങ്ങനെയേ വെറും ദോശയായിട്ട് വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. ഇതിന് എക്സ്ട്രാ ആഡഡ് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് ഒരു സൂത്രം കാണിക്കാം. അത് നമ്മുടെ ബാക്ക് യാർഡിൽ ഫ്രഷ് ആയിട്ട് പോയി പറിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞ ആ എക്സ്ട്രാ ന്യൂട്രിയൻസ് ഇതാണ്. മുരിങ്ങ ഇത് കുറച്ച് പറിച്ചിട്ട് പോവാം, എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും പറിക്കും. ഇപ്പം ഈ അടദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ദോശക്കല്ല് വയ്ക്കാം. അടുത്ത അടുപ്പും കൂടെ കത്തിച്ചിട്ട് ദോശയെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി ചെയ്യാം. ന്യൂട്രിയേറ്റീവ് വാല്യൂ കൂടാനായിട്ട് ഓനിയൻ, പച്ചമുളക്, ഇത് ആവശ്യമുള്ളവർക്ക്, കറിവേപ്പില. ഞാൻ കറിവേപ്പില കുറച്ച് എടുത്ത് എന്തെന്ന് വെച്ചാൽ, ചിലർ പറയും 2 ഇല ചേരാൻ പാടില്ലെന്ന് പറയും. പക്ഷേ എനിക്ക് മനസ്സ് കേൾക്കണില്ല, കറിവേപ്പില കണ്ടപ്പം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹീറോ മുരിങ്ങയില. ഇതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ അവരവരുടെ ഇഷ്ടം പോലെ, നെയ്യോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം ഒഴിക്കാം. ഇതിൽ ആദ്യം കുറച്ച് കടുക് ഇടാം, അടുത്ത് കറിവേപ്പില, ഓനിയൻ. എനിക്ക് പച്ചമുളക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. എനിക്ക് ഈ ദോശ എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ, പ്ലെയിൻ ദോശയായിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആദ്യം ഒഴിക്കാം പ്ലെയിനായിട്ട്. ഇത് തീരെ നൈസാകാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ വേണം. ദോശകൾ ഓവർ ചൂടായിപ്പോയി. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അത് അവരവരുടെ ഇഷ്ടം. മുരിങ്ങയില ഇത് മുഴുവനെ ഇങ്ങനെ ഇടാതെ, ഇങ്ങനെ ഇടുവാണെങ്കിൽ ഒരുമാതിരി ഉണ്ടയായിട്ട് വരും. അതിന് ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ട വരത്തില്ല. നമ്മൾ തോരൻ വെക്കുമ്പോഴും അങ്ങനെയാണ്, നമ്മൾ നല്ലപോലെ മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് വരത്തില്ല. ഇത് ഉള്ളി ചെറുതായിട്ട് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വരട്ടണ്ട. എന്ന് വെച്ചാൽ ഇനി ദോശക്കല്ലിട്ടിട്ട് ദോശയുടെ കൂടെ വേഗം പോണില്ലേ. അപ്പം ഇത് മുരിങ്ങയില ഇടാം.
ഇതിന് മാത്രം ആവശ്യത്തിന് ഉപ്പിടാം. ഇതും ചീരയായതുകൊണ്ട് ഉപ്പ് അധികം പിടിക്കത്തില്ല. മതി, ഒന്ന് വാടിയാൽ മതി. ഇത് ഓഫ് ചെയ്യാം. ഇതിനെ മറിച്ചിടാം. ഈ വഴറ്റിയ സാധനം ഈ മാവിൽ ചേർത്തിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഈ ദോശ റെഡിയായി. ഇതിനെ മാറ്റിയിട്ട് ഇത് ഈ ഗോതമ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു വിഴുവിഴുപ്പ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ദോശ ഇങ്ങനെ നല്ലപോലെ വലുതായിട്ട് പരത്താൻ പറ്റും. ദോശ ചുടാൻ അറിയാത്തവർക്ക് പോലും ഈ ദോശ ഉണ്ടാക്കാം. ആദ്യം നല്ലെണ്ണ ഒഴിച്ചില്ലേ, ഇപ്പം ഇതിന് നെയ്യ് ഒഴിക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഒഴിച്ചാൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അമ്മയ്ക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം ഇതിൽ കഴിക്കാൻ. ഇത് അരച്ച ഉടനെ ചുടേണ്ട ദോശയാണ്. ഇത് വച്ചേക്കാൻ പാടില്ല. നമ്മുടെ ദോശമാവ് പുളിക്കാൻ വയ്ക്കൂലേ, അതുപോലെ വെക്കാൻ പാടില്ല. ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഉടനെ. ഇതിൽ തന്നെ എരിവൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന് ചമ്മന്തിയോ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ ഞാനിന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കി കാണിക്കാം. ഒരു സൂപ്പർ ചമ്മന്തിയാണത്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ വേവിക്കണം. ഇപ്പം ഈ ദോശയും റെഡി. കണ്ടോ, കാണാൻ തന്നെ ഭംഗിയില്ലേ. ഇനി അടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെളിച്ചെണ്ണ, 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇടാം. പിന്നെ ടൊമാറ്റോ, വറ്റൽമുളക് ഒരു 10-12 എണ്ണം. ഇത് കടുക് വറുക്കാനായിട്ട് കടുകും ഉഴുന്നുപരിപ്പും, കായം, കറിവേപ്പില, കുറച്ച് ഉപ്പ്. ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട്, ഞാൻ വീട്ടിൽ പൊതുവേ എണ്ണ അധികം യൂസ് ചെയ്യാറില്ല. എണ്ണ തീരെ കുറയ്ക്കും. അപ്പം ഇത് എണ്ണ കുറയ്ക്കാനുള്ള ഒരു സൂത്രപ്പണിയും കൂടെ ഞാൻ പറയാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെല്ലാം കൂടെ വഴറ്റി അരച്ചിട്ട് പിന്നെ കടുക് വറുക്കും. അപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യം വരും. അപ്പം അത് കുറയ്ക്കാനായിട്ട് ഇതിൽ തന്നെ ആദ്യം കടുക് വറുക്കണം. ഇപ്പം കടുകും ഉഴുന്നുപരിപ്പും ഇതിലിടാം. കടുക് പൊട്ടി കറിവേപ്പില ഇടാം. ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചമ്മന്തി എടുത്ത് വെക്കൂലേ, ആ പാത്രത്തിൽ ഈ കടുക് വറുത്തത് ആദ്യമേ ഒഴിക്കാം. ഇതാ ഈ പാത്രത്തിൽ നമ്മൾ കടുക് വറുത്തത് ഒഴിച്ചു. ഇതിൽ ഈ എണ്ണ കുറച്ച് ഇങ്ങോട്ട് ഒഴിക്കാം. ഇത് കട്ടിക്കായമാണ്, ഇത് ആദ്യമേ ഇടണം. എണ്ണ കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം വറുത്ത് മാറ്റിയിട്ട് പിന്നെ കടുക് വറുത്ത് ലാസ്റ്റ് ഒഴിക്കും. കായം ഇട്ടു. ഇനി വറ്റൽമുളക്. ഇത് നല്ലപോലെ മൂക്കണം, എന്നാലേ നല്ല ഒരു മണം വരുള്ളൂ. ഇന്ന് കരിയാൻ പാടില്ല. ഇതിപ്പം വറ്റൽമുളക് മൂത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചേർക്കാം. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം ചേർക്കാം. മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് ഇത് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്, പ്രിയയുടെ. പ്രിയ ഒരു പ്രാവശ്യം എനിക്ക് മധുരയിൽ പോയിട്ട് വരുമ്പം ട്രെയിനിൽ കഴിക്കാനായിട്ട് കൊടുത്തയച്ചു. നല്ല ടേസ്റ്റാണ്. അപ്പോഴാണ് ഞാൻ റെസിപ്പി ചോദിച്ച് വാങ്ങിച്ചത്. ഇനി ഈ തേങ്ങ ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ഇടാം. ഈ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇത് പെട്ടെന്നാവണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ടൊമാറ്റോയെക്കാളും പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ അളവിൽ പുളിയും കൂടെ ചേർക്കാം. ഇത് മതി. ഇത് മൈൽഡ് പുളിപ്പാണ്, നല്ല ടേസ്റ്റ്. ഈ ടൊമാറ്റോ ഒന്ന് വാടിയാൽ മതി. ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. ഇപ്പം ദാണ്ട് ടൊമാറ്റോ വാടി ഇങ്ങനെ അതിൻ്റെ സ്കിന്നിങ്ങനെ ഇളകി വന്നു. അപ്പം ഇത് റെഡിയായി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ തണുത്തിട്ട് ഒന്ന് അരച്ചിട്ട്
വന്ന് കാണിക്കാം. അപ്പം ഞാൻ ഈ ചമ്മന്തി അരച്ച് കൊണ്ടുവന്നു. നമ്മൾ എണ്ണ ലാഭിച്ചതുപോലെ പാത്രം ലാഭിക്കാം. ആ പാത്രത്തിൽ തന്നെ ഒന്ന് ഒഴിച്ചിട്ട് ഈ ചമ്മന്തി ഒന്ന് ചൂടാക്കണം നിർബന്ധമില്ല. ചൂടോട്ട് കഴിക്കണമെങ്കിൽ ചൂടാക്കണം, ഇല്ലെങ്കിൽ വേണ്ട. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. വെള്ളം നിങ്ങളുടെ ഇഷ്ടം, ഒരുപാട് വെള്ളം ആയാൽ കൊള്ളൂല. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് നേരം തിളയ്ക്കണമെന്നൊന്നുമില്ല. ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, ആ പാത്രത്തിലോട്ട് ഈ ചമ്മന്തി മാറ്റി. അപ്പം ചൂട് ദോശയോടെ ഈ ചമ്മന്തി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ ചമ്മന്തി മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കൂലേ പൂജാക്കുട്ടി? ഇത് ദോശ ഒന്ന് ട്രൈ பண்ணേ. எப்படி இருக்கு ദോശ? இந்த ദോശ കഴിക്കുവാണെങ്കിൽ നല്ലപോലെ മുടി വളരും, പിന്നെ വെളുക്കാം, പിന്നെ നല്ല സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ദോശയാണ്. ஒரு அம்மாவை சொல்கிற மரியாதை. சேனல் ஒன்று ப்ரமோட் பண்ணு, எல்லாரும் சர்ப்ரைஸ் செய்யா. எனக்கு 2 சேனல் இருக்கு. ஸோ சட்னி மலையாளமா இல்லை தமிழா? மலையாளம். சட்னி இஸ் வெரி நைஸ். சட்னி நல்லா இருக்கு. நான் தமிழில் வச்சுருக்கேன். மலையாளம் வர மாட்டேங்குதா? என்னை மாதிரி ஆயிட்டேன். தமிழில் உங்கள்கிட்ட അപ്പം ചട്നി ഭയങ്കര അടിപൊളി, ഒരു രക്ഷയില്ല. ലൈക്ക് നല്ല എരി, പുളി, ഉപ്പ് എല്ലാം ഉണ്ട്. ഓൾ ഇൻ റൈറ്റ് പ്രൊപ്പോഷൻ. മലയാളം വരല, ഇംഗ്ലീഷ് വരല, എന്നടി அது அவ்வளோ டேஸ்டி. அதனால ஐ அம் நாட் கெட்டிங் வேர்ட்ஸ். So do check it out and like, share and subscribe. Tell the channel name. Like, share and subscribe to Adukala Adupankara by Shanthi, Sekar. Thank you madam. Thank you ma'am. ഞാനിപ്പം പറയാൻ പോകുന്നത് ഈ മുരിങ്ങ ഇലയുടെ ഹെൽത്ത് ബെനിഫിറ്റാണ്. ഈ മുരിങ്ങ ഇല നമുക്ക് ബീറ്റാ കരോട്ടിൻ കണ്ണിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കരോട്ടിനായിട്ട് ഉള്ളത് കൊണ്ടാണ് മുരിങ്ങ ഇല പെട്ടെന്ന് പഴുത്ത് വീഴുന്നത്. അപ്പം ഇതിൽ ഒരുപാട് സത്തുക്കളുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, അയൺ എല്ലാം വേറെ കീരയിൽ ഉള്ളതിനേക്കാളും കൂടുതലുണ്ട്. ചീരയുടെ രാജാവ് എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കീരയാണ്. ഈ മുരിങ്ങക്കീരയിൽ ഫൈബർ ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല, പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും. പിന്നെ വെയിറ്റ് ലോസിന് ഒരുപാട് നല്ലതാണ്. എൻ്റെ കുഞ്ഞ് ഗാർഡനാണ് ഇത്, മൊത്തം തക്കാളിയാണ്. ഈ തക്കാളി വിത്ത് വാങ്ങിക്കാൻ പോകുമ്പം അവിടെ ഉള്ള അദ്ദേഹം പറഞ്ഞത് ഒരു ചെടിയിൽ 10 കിലോ തക്കാളി കായ്ക്കുമെന്നാണ്. ഇത് 10 കിലോ കായ്ച്ചില്ലെങ്കിൽ ഞാൻ അവിടെ പോയി സമരം ചെയ്യും. ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഈ ദോശ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ദോശ കല്ല് ചൂടായിപ്പോയി. അപ്പം അത് ഇങ്ങനെ പറത്താനായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം എല്ലാവർക്കും ഈ ദോശയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വരാം. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.